മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. ഒരു ഗെയിമിംഗ് വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായി ഗെയിമിങ് കളിച്ചിട്ട് വ്ളോഗെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു കിടിലൻ ഗെയിമാണ് കളിക്കുന്നത്. ഹലോ നെയ്ബർ എന്നൊരു പറഞ്ഞൊരു ഗെയിമാണ് കളിക്കുന്നത്. കിടിലൻ ഗ്രാഫിക്സും ഒരു അടിപൊളി ഗെയിമാണ്. പുതിയതല്ല പഴയ ഗെയിം തന്നെയാണ്. പഴയ ഗെയിമാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോഴാണ് കളിക്കുന്നത്. ഞാൻ മുന്നേ കളിച്ചിനേനു. ഓക്കെ, ഞാനത് വർത്തമാനം പറയുന്നില്ല. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കളിക്കാം. ഓക്കെ, ന്യൂ ഗെയിം സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഒരു സ്റ്റോറി ഉണ്ട് ഗൈസ്, നമുക്കത് കണ്ടുനോക്കാം. ആക്റ്റീവ് 1 എന്നാണ് എഴുതി കാണിച്ചിന്. ഒരു ഫുട്ബോൾ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഫുട്ബോൾ. ഓ, കളി തുടങ്ങി. എനിക്ക് ഓർമ്മയില്ല ഇതൊന്നും. കുറേ ആയി ഗൈസ് കളിച്ചിട്ടിത്. ഓക്കെ, ഹലോ നെയ്ബർ കണ്ട ഗൈസ്. ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെ നോക്കി, കിടിലൻ ഗ്രാഫിക്സ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് തുടരണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് തുടരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ നെയ്ബർഹുഡ്. ഹലോ നെയ്ബർ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഓക്കെ, അടുത്ത സ്റ്റോറി കാണിക്കുന്നതാണ്. നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവിടെ വീണതാണ്. കുട്ടീൻ്റെ സൗണ്ട് അത്. അതാണ് നായകൻ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നതാണ്. ഗൈസ്, ഒരു കുട്ടീനെ ഓൻ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഗൈസ്. കണ്ട് അതിൻ്റെ ഉള്ളിലൊരു കുട്ടിയുടെ ഗൈസ്. ചാവി അടച്ചിട്ടുണ്ട്. ഞാനിത് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതിൽ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ്. ആരെല്ലാം വർത്താനം പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കെന്താ ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ഗെയിമിലുള്ള പോലെ തന്നെ നമ്മൾ ആ കുട്ടീനെ രക്ഷിക്കാൻ പോകണം. പിന്നെ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഞാനിതാ ഈ ഗെയിം കളിച്ചത് എങ്ങനെയാണെന്നറിയാം. ഇവിടെ തന്നെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ആ ചങ്ങായി ജനലും പൊട്ടിച്ചിട്ടാണ് വരാൻ. നിങ്ങൾ കണ്ടോ? പിന്നെ ഗൈസ് വേറൊരു കാര്യമുണ്ട്. ഇതാണ് നമ്മളെ വീട്. ഇത് നമ്മളെ വീടാണ്. നമുക്കിവിടെ കയറാൻ കഴിയും. നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. തുറക്ക്. ഓക്കെ, അപ്പുറത്താരല്ലേ വർത്താനം പറയുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ വരാൻ പറ്റിയെന്ന്. ഓക്കെ, ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാണ് ഫ്രിഡ്ജ്? തേങ്ങയും ഇല്ല, അച്ചാറും ഇല്ല. ഇത് ബാത്റൂം. ഗൈസ്, അപ്പോൾ വീട് എക്സ്പ്ലോർ നിങ്ങൾ ചെയ്തില്ലേ ഗൈസ്? നിങ്ങളെല്ലാവരും ഈ ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മളെ റൂം ഏതാണ് ഞാൻ കാണിച്ചു തരാം. നമ്മളെ റൂം തന്നെയാണോന്ന് അറിയില്ല. ഇതാണ്. ഞാനന്ന് കളിക്കുമ്പോൾ നമ്മളെ റൂമായിട്ടാണ് കളിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് വീണ്ടും. അത് ഒരു അർജൻറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണ്. ഒരു അർജൻറ്റ് എന്നാൽ നമ്മളെവിടെ നിർത്തിയത്? ഇത് നമ്മളെ റൂം. ഇതല്ലേനു, ഇതാരതെന്നറിയില്ല. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ ഗൈസ്, എനിക്ക് വേറൊരു സംഭവമുണ്ട്. ഇതാ, ഇത് നമുക്കിങ്ങനെ വലിച്ചെറിയാൻ കഴിയും. വരുന്നു. ഇത് സാധാരണ പൊട്ടേണ്ടതാണ്. അധികം ഞാൻ വെയിറ്റ് ആക്കുന്നില്ല. നമുക്ക് എന്തായാലും ഓൻ്റെ അടുത്ത് പോവാം. ഞാൻ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് തരാം. ഇതെന്തോ ഹാങ്ങാകുന്ന പോലെയുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇതാ ക്യാമറയിലാണ് എടുത്തിട്ടുള്ളത് വീഡിയോസ് എല്ലാം. ഓക്കെ ഗൈസ്,
ഇനി നമ്മളുടെ സംഭവം ഗൈസ് വീണ്ടും അർജൻറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് വീണ്ടും വന്നിരിക്കുന്നു. ഇത് നേരില്ല ഗൈസ്, ഞാൻ അനക്കിതൊന്ന് എഡിറ്റ് ചെയ്യാനാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഈ കാർ നോക്കാം. തുറക്കാൻ കഴിയില്ലേനു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന് തക്കാളി ചെറിയ ചങ്ങ എന്തെടുത്തിട്ട് എറിഞ്ഞിട്ടില്ലേ നീ ഗൈസ്? നിങ്ങൾ കണ്ടിനാ ഇങ്ങനെ കാണിച്ചിട്ട് പോയിനി അടുത്ത ഗൈസ്. എന്തോ നല്ല സോണ്ടാ അവിടെ പിടിക്കമ്പട നീ മാപ്പിടിച്ചിട്ട് പോയാൽ മതി. എടുത്തിട്ട് എറിയുന്നുണ്ട് ഗൈസ്. പെട്ടി എടുക്കാൻ കഴിയും. പെട്ടിയുള്ളിൽ എന്തുണ്ടാവും? പേടുത്തുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവൻ്റെ വീട്ടിനുള്ളിൽ കയറാം. മെല്ലനെ വീട്ടിനുള്ളിൽ കയറാം. കയറി നോക്കിട്ടിരാ കൈ കയറാൻ കഴിയല്ലേനു. തുറന്ന് ഗൈസ്. ഇങ്ങനത്തെ വരൂ. നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അടുത്തെത്തിയതൊന്ന് പിടിച്ച്. ഇവനിങ്ങനെയാണ് പിടിക്കാൻ. നോ ഗൈസ്, എൻ്റെ കൈ ഇവിടെയുള്ളത് ഇത് താനെ അണങ്ങിയാണ്. നേരത്തെ താനെ അണങ്ങിയെന്ന് ഇവിടെ ഉള്ളത് എന്നാ എന്തോ കട്ട് ചെയ്ത് അമ്മ അറിയില്ല. നമ്മളെ ഇവിടെ അല്ലേ ഇത്. ഓക്കെ, സൈക്കിൾ ഉണ്ട് ഗൈസ്. എടുക്കാൻ കഴിഞ്ഞില്ല, മുന്നിപ്പോയി. ഓക്കെ, നമ്മളെ ബോൾ എവിടെയുള്ളത്? ബോൾ ഇവിടെ ആയിട്ടുണ്ടായില്ല. ആ സമയം കൊണ്ട് ഉള്ളിൽ കയറാം. എന്തോ മ്യൂസിക് മാറുന്നേ. അവിടെ ഒന്നും ഇല്ലേ? ഗൈസ് ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. ഇതെടുത്ത് ഈ സൗണ്ട് കേട്ടിട്ട് വരുവാനേ. ഗൈസ് ഓനിക്ക് എന്തെങ്കിലും പേരിടണോ? ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് ഓനിക്ക് എന്തെങ്കിലും പേര് കണ്ടിട്ടില്ലല്ലോ. പോവാം. പരിമാറിപ്പോയി. കുറേ സമയം ഞാൻ എനക്കൊന്ന് ഇവനടുത്തുള്ളവരാണ് ഈ ഇത് ഗ്ലിച്ചാവുന്നത്. ഇതൊരു സ്ഥലം ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇവിടെ ഇതോടെ സ്ഥലമോ? ഒരു പെണ്ണുങ്ങളെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോന്നു. ഇവിടെ നമ്മൾ ഇവൻ്റെ വീട്ടിൻ്റെ
ഉള്ളിലുള്ള എന്നാ കൈ സംഭവിച്ചേ? കൈ വീട് ചെയ്ത വഴി ആണോ? ആക്സിഡന്റ് ആയി ഗൈസ്. എടാ ഇതൊന്നാ ഇത്? എടാ ബാക്ക് സ്റ്റോറിയടാ. ഓനെന്താ കഴിയുന്നേ? എടാ ഇവനിക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇയാളുടെ ആ ബാക്ക് സ്റ്റോറി കാണിച്ചത് ഈ പഴയ സംഭവം ഇവരെ ഫാമിലിയുമായിട്ട് ഇവർ എവിടെയോ സ്ഥലത്ത് പോകുന്നതിനും അതാണ് നമ്മൾ ആടുന്ന് കണ്ടത്. അപ്പോൾ ആട് നമ്മൾ കണ്ടില്ല. അതാണ് ഈ കമ്മോന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പെണ്ണുങ്ങളെ സൗണ്ടും കേട്ടില്ല. അപ്പോൾ ആ ഫാമിലി ഇവരിൽ ആക്സിഡൻ്റായി ഫാമിലി മരിച്ചുപോയി. അങ്ങനെ ഇവർ കരയുന്നതാണ്. അപ്പോൾ ഇവർക്കൊരു ബാഡ് സ്റ്റോറി ഉണ്ട് ഗൈസ്. ഒരു ബാഡ് സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ അങ്കിള് ഇങ്ങനെ ഒരു സൈക്കോ ആയത് തോന്നുന്നു. അപ്പോൾ ഇതങ്ങനെ കേട്ടോ. അല്ലാണ്ട് മറ്റേ റൂം നമ്മളെ കൂട്ടിയിട്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ബാക്ക് സ്റ്റോറിയാണ്. ആക്സിഡൻ്റ് ആയി ഒരു മിരിച്ച്. അപ്പോൾ നമ്മളെ അങ്കിളിന് ബാഡ് സ്റ്റോറി ഉണ്ട്. പഴയ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പം കാണിച്ചത്. അപ്പോൾ നമ്മൾ ആ റൂമിലോട്ട് പോകുമ്പോൾ മറ്റേ വീട്ടിലുള്ള കാര്യങ്ങൾ കാണിച്ച് പോകുമ്പോൾ ഇങ്ങനെ വാന്ന് പറഞ്ഞിട്ട് ഫാമിലിയുടെ പേരെ പോകുന്നത്. എന്നിട്ട് റോട്ടിൽ വന്ന് ആക്സിഡൻ്റ് ആയി. അങ്ങനെയാണ് എക്സിറ്റ് ആയി. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പഴയ സ്ഥലത്തെത്തും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അതാ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ട് ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഭയങ്കര വലിയ പസിലുള്ളൊരു ഗെയിമാണ്. കുറേ പസിലുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗെയിമിനെ കുറിച്ച് അറിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ഒന്നും അറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി കളിച്ചത്. പിന്നെ ഈ ഒരു അങ്കിളിന് ബാഡ് സ്റ്റോറി ഉള്ളതുകൊണ്ടാണ്. ബാഡ് സ്റ്റോറി ഉണ്ട്. ഈ അങ്കിൾ സംഭവം എന്ന് വെച്ചാൽ എവിടെ പുറത്ത് കൂട്ടിയിട്ട് പോകുന്നു. ഫാമിലിയിലുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഈ വീടാണ് നമ്മൾ ആദ്യം റൂമിൽ നിന്ന് കണ്ടത്. എന്നിട്ട് നേരെ പോയി ആ വണ്ടിയല്ലേ, ഇതാടെ ഈ വണ്ടി ആക്സിഡൻ്റ് ആയി വണ്ടി. ഈ വണ്ടിയും കൊണ്ട് നേരെ പോയിട്ട് ആ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഫാമിലി ഫുള്ളും പോയി. അതാണ് അങ്കിളിൻ്റെ ബെഡ് സ്റ്റോറി. അങ്ങനെയാണ് ഈ സാധനം ഇപ്പോൾ നമ്മളെ കൊല്ലാൻ വരുന്നത്. നമ്മളെ കൊല്ലുന്നില്ലാതെ പിടിച്ചിടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഏതൊരു കുട്ടി ഉണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ നെക്സ്റ്റ് ഇതുമായിട്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ട് ബെൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.